നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ നടക്കുന്നത് വെറും പ്രഹസനം മാത്രമാണ്. ഇക്കാര്യം കോടതിക്ക് പോലും ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് കേസിൽ ഒരു വ്യക്തത വരണമെങ്കിൽ അതിന് CBI അന്വേഷണം കൂടിയേ തീരൂ. കാര്യങ്ങൾക്ക് കൃത്യതയും വ്യക്തതയും വരണമെങ്കിൽ അതിന് CBI എത്തിയേ മതിയാകൂ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ. സംഭവം നടന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും തൊണ്ടി മുതൽ പോലും കണ്ടെത്താനായിട്ടില്ല. ഈ സാഹചര്യത്തിൽ CBIക്ക് അന്വേഷണം കൈമാറാൻ കോടതി മുൻകൈ എടുക്കണം എന്നാണ് നിലവിലെ ആവശ്യം. അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത്. കേസിൽ പിടിയിലായ പലരും പുറത്തിറങ്ങി. കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറാകണം. ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടി നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPMന് വ്യക്തമായി മനസ്സിലായതാണ്. വീണ്ടും ശബരിമലയിൽ നടത്തിയ കൊള്ളയ്ക്കെതിരെ മറ്റൊരു തെരഞ്ഞെടുപ്പിലൂടെ പൊതുസമൂഹം മറുപടി നൽകും. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ 5 കോടിയോളം രൂപ ചെലവഴിച്ചതായാണ് ദേവസ്വം കമ്മീഷണർ വ്യക്തമാക്കിയത്. എന്നാൽ ഏകദേശം 7 കോടിയോളം രൂപ ചെലവായിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. അയ്യപ്പന്റെ പേരിൽ വൻ തട്ടിപ്പാണ് പുറത്തുവരുന്നത്. എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് അയ്യപ്പ സംഗമം നടത്തിയത്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രിക്ക് ഒരു രാത്രി ചെലവഴിക്കാൻ കോടികളാണ് പൊടിപൊടിച്ചത്. ഇതിന് അഖിലേന്ത്യാ നേതാവായ MA ബേബി പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടതാണ്. 2016 മദ്യവർജനമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ സർക്കാർ പെട്ടിക്കട പോലെയാണ് ബാർ അനുവദിക്കുന്നത്. പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ 29 ബാറുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 884 ബാറുകളാണ് സംസ്ഥാനത്തുടനീളമുള്ളത്. ചോദിക്കുന്ന എല്ലാവർക്കും ബാർ അനുവദിച്ചു നൽകുകയാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ നടപടി. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ബാർ സമയം നീട്ടി ബാർ മുതലാളിമാരിൽ നിന്നും പണം പിരിച്ചെടുക്കാനാണ്. ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയും തീവെട്ടിക്കൊള്ളയുമാണ്. എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറയുന്നത് ടൂറിസം മേഖലയുടെ വികസനത്തിന് വേണ്ടിയാണ് ബാർ സമയം നീട്ടിയത് എന്നാണ്. എന്നാൽ 18 കോടി ടൂറിസ്റ്റുകൾ വരുന്ന ഗുജറാത്തിൽ സമ്പൂർണ്ണ മദ്യ നിരോധനമാണുള്ളത്. കള്ള് കുടിക്കാനാണോ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നത്? അതായത് നാട് കാണാൻ വരുന്നവരെ എക്സൈസ് മന്ത്രി അപമാനിക്കുകയാണ് ഈ പ്രസ്താവനയിലൂടെ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട പശ്ചാത്തലത്തിൽ രാജ്യത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന് വാദിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ മതവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരെന്ന് കാന്തപുരം പറയുന്നുണ്ട്. എന്നിട്ടും പ്രതിപക്ഷ നേതാവ് അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയെ മടിയിലിരുത്തിയാണ് പ്രതിപക്ഷ നേതാവ് ഇത് പറയുന്നു എന്ന കാര്യം കൂടി ഓർക്കണം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിലപാടിനെ തള്ളിക്കളയുകയാണോ സതീശൻ ചെയ്യുന്നത് എന്നാണ് ശോഭ സുരേന്ദ്രൻ ചോദിച്ചു വെക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രം സ്ഥാപിക്കൽ ലക്ഷ്യമിടുന്ന സംഘടനയാണ് എന്നും ഉമ്മൻചാണ്ടി കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. മതവിഭാഗങ്ങൾ തമ്മിൽ അടിക്കണമെന്ന വ്യാമോഹമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനുള്ളത് എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട്.